തമിഴ്നാട്ടിൽ അതിവേഗം വളർന്നു വന്ന നേതാവാണ് കെ അണ്ണാമലൈ. അദ്ദേഹം IPS ചുമതല ഒഴിഞ്ഞ് അതിൽ നിന്നും രാജിവെച്ച് BJPയുടെ രാഷ്ട്രീയത്തിലേക്ക് വരികയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിനു മുൻപ് വലിയ രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയും BJPയുടെ അടിത്തറ വർദ്ധിക്കുകയും ചെയ്തു. ആ കാലത്ത് പല സർവേകളും സൂചിപ്പിച്ചിരുന്ന BJPക്ക് ആ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകൾ വിജയിക്കാൻ കഴിയുമെന്നാണ്. അണ്ണാ DMK പിന്നിലാക്കി പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി മാറാൻ കഴിയുമെന്ന് പല സർവേകളും പ്രവചിച്ചെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ BJPക്ക് ദയനീയമായ തിരിച്ചടിയേറ്റു. ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല. വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു. 2% നിന്നും അദ്ദേഹത്തിന് 12% ആയി ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായി സീറ്റുകളുടെ എണ്ണത്തിൽ 0 നേടാൻ മാത്രമേ കഴിഞ്ഞുകയുള്ളൂ. അതോടൊപ്പം തന്നെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ കൂടുതൽ കരുത്തരാകുകയും പിന്നീട് നിരന്തരം BJPക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുകയും ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം, അതോടൊപ്പം തന്നെ മണ്ഡല പുനർനിർണയവുമായുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി BJPയെ വലിയ രീതിയിൽ പ്രതിസന്ധിയാക്കാൻ സ്റ്റാലിൻ ഇറങ്ങിത്തിരിച്ചു. അപ്പോൾ സ്റ്റാലിനെ തടയിടാൻ വേണ്ടി ഒരു ആന്ധ്രാപ്രദേശ് മോഡൽ രാഷ്ട്രീയമാണ് ഇപ്പോൾ BJP തമിഴ്നാട്ടിൽ ഉദ്ദേശിക്കുന്നത്. OSR കോൺഗ്രസിനെ പരാജയപ്പെടുത്താനായി പവൻ കല്യാണും അതോടൊപ്പം തന്നെ TDPയും BJPയും അടക്കമുള്ള സഖ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് മത്സരിച്ച് വലിയ സംഘടനാ സ്വാധീനമുള്ള OSRനെ പരാജയപ്പെടുത്തി. ആ തന്ത്രം ഇപ്പോൾ തമിഴ്നാട്ടിൽ പയറ്റുവാൻ BJP തയ്യാറായി. ആ തന്ത്രം പയറ്റണമെങ്കിൽ അണ്ണാ DMKയുമായി സഖ്യം വേണം. അങ്ങനെ അണ്ണാ DMKയുമായി സഖ്യം വേണമെങ്കിൽ പളനിസ്വാമി ആവശ്യപ്പെട്ടത് അണ്ണാമലയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്നാണ്. അങ്ങനെ ഏകപക്ഷീയമായ തീരുമാനം ദേശീയ നേതൃത്വം കൈക്കൊണ്ടു. അതിനെതിരെ തുടക്കത്തിൽ തന്നെ അവിടെയുള്ള BJP പ്രവർത്തകരും സാധാരണക്കാരും വലിയ രീതിയിൽ രംഗത്ത് വന്നു. പക്ഷെ അത് ചെവിക്കൊള്ളാൻ BJP ദേശീയ നേതൃത്വം തയ്യാറായില്ല. അതിനിടയിലാണ് ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി അണ്ണാമലൈ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുനവച്ചുള്ള വാക്കുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്? അദ്ദേഹം BJP വിടുമോ? സ്വന്തം പാർട്ടി രൂപീകരിക്കുമോ? അതോടൊപ്പം തന്നെ അവിടെയുള്ള ഏതെങ്കിലും പ്രാദേശിക പാർട്ടിയിലോ വിജയുടെ പാർട്ടിയിലോ ചേർന്ന് പ്രവർത്തിക്കുമോ എന്നുള്ള വലിയ ചർച്ചയാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. അദ്ദേഹം കോയമ്പത്തൂരിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഈ മുള്ളുവച്ചുള്ള വാക്കുകൾ ഉണ്ടായിരിക്കുന്നത്. തോക്കു ചൂണ്ടി ഒരാളെയും പാർട്ടിയിൽ നിലനിർത്താൻ കഴിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഇഷ്ടമുണ്ടെങ്കിൽ പാർട്ടിയിൽ തുടരും, ഇല്ലെങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് മടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദിയിൽ നിന്നും അമിത്ഷായിൽ നിന്നും സംശുദ്ധ രാഷ്ട്രീയം പ്രതീക്ഷിച്ചാണ് താൻ ജോലി ഉപേക്ഷിച്ച് BJPയിൽ ചേർന്നതെന്നും അണ്ണാമലൈ പറഞ്ഞു. അപ്പോൾ ഇതിലൂടെ വ്യക്തമാകുന്നത് എന്താണ്? ഇപ്പോൾ BJPയിലുള്ളത് സംശുദ്ധ രാഷ്ട്രീയമല്ലേ? അതാണോ അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടിയത്? അങ്ങനെയാണെങ്കിൽ അത് BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP ഒറ്റയ്ക്ക് മത്സരിച്ച് പല മണ്ഡലങ്ങളിലും 2ാം സ്ഥാനത്തിലേക്ക് കടന്നു വന്നു. 2% നിന്ന് 12% വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ഈ ഒരു ഘട്ടത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും അണ്ണാമലൈയുടെ നേതൃത്വത്തിൽ വലിയ മിന്നും വിജയം സ്വന്തമാക്കുമെന്നും പ്രതീക്ഷിച്ചെങ്കിൽ അതിനെ തകിടം മറിക്കുന്നതായിരുന്നു ദേശീയ നേതൃത്വത്തിന്റെ നീക്കം. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അണ്ണാമലൈ എന്ന ക്രൗഡ് പുള്ളറെ, ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള, നിരന്തര സമരങ്ങളിൽ പങ്കാളിയായിരുന്ന, പല വെല്ലുവിളികളും നടത്തിയിരുന്ന DMK ഫയൽസ് എന്ന രീതിയിൽ അദ്ദേഹം പല സ്റ്റാലിന്റെ സർക്കാരിനെതിരെ പല അഴിമതി കഥകളും പുറത്തു കൊണ്ടുവന്നു. അന്ന് 2 മന്ത്രിമാർക്കാണ് രാജിവെക്കേണ്ടി വന്നത്. അങ്ങനെ ഇളക്കി മറിക്കുന്ന ഒരു രാഷ്ട്രീയമായിരുന്നു തമിഴ്നാട്ടിൽ നടപ്പിലാക്കിയതെങ്കിൽ അങ്ങനെ പതുക്കെ മുന്നേറാൻ കഴിയില്ല. ഒറ്റയടിക്ക് തന്നെ സ്റ്റാലിൻ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ബലി കഴിപ്പിച്ചതോ ഈ അണ്ണാമലയായിരുന്നു. അതിൽ അദ്ദേഹം വലിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട്. പിന്നീട് പലരും പറഞ്ഞിരുന്നത് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാകും, അതോടൊപ്പം തന്നെ ദേശീയ നേതൃത്വത്തിലേക്ക് കടന്നു വരും. അങ്ങനെ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുമ്പോഴും ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യും? BJPക്ക് അണ്ണാമലൈ പോലുള്ള ഒരു നേതാവ് പാർട്ടി വിടുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും പിണങ്ങി നിൽക്കുകയാണെങ്കിൽ ഈ പാർട്ടിയുടെ അടിത്തറ തന്നെ തകരില്ലേ? കാരണം അത്രയ്ക്ക് നമുക്കറിയാം, യുവ നേതാക്കൾ 3 പേരായ അവിടെ ഉയർന്നു കേൾക്കുന്നു. ഒന്ന് ഉദയനിധി സ്റ്റാലിൻ, മറ്റൊന്ന് വിജയ്. ആ ഗണത്തിലേക്കാണ് അണ്ണാമലയും തമിഴ് രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തിക്കാട്ടിയത്. ആ ഒരു നേതാവാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്
ഈ വാക്കുകളാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ തീരുമാനമുണ്ട്. കാരണം സ്വന്തം തീരുമാനത്തിനും ഇദ്ദേഹം വില കൽപ്പിക്കുകയാണ്. ഇഷ്ടമുണ്ടെങ്കിൽ പാർട്ടിയിൽ തുടരുമെന്നും ഇല്ലെങ്കിൽ കൃഷിയിലേക്ക് മടങ്ങുമെന്നും അദ്ദേഹം പറയുകയാണ്. അങ്ങനെ മടങ്ങാതെ സ്വന്തം രാഷ്ട്രീയത്തിൽ തുടരുകയാണെങ്കിൽ അദ്ദേഹം സ്വന്തം പാർട്ടി രൂപീകരിക്കുമെന്നും പറയുകയാണ്. പാർട്ടി വിടുകയാണെങ്കിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. നിർണായക വഴിത്തിരിവുണ്ടാകും. അണ്ണാമലൈ പുതിയ പാർട്ടി ഉണ്ടാകുമെന്നുള്ള പ്രചരണമുണ്ട്. ആ പ്രചരണം ഇദ്ദേഹം സ്വന്തമായി മത്സരിക്കുകയാണെങ്കിൽ 10%-ലധികം വോട്ട് നേടാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് വിജയ് നിൽക്കുന്നത് കൊണ്ട് തന്നെ വിജയ്ക്കും തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയും. അങ്ങനെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ ഈ രണ്ട് വിജയ് അണ്ണാമലൈ സഖ്യം എന്തായാലും ഒരു പ്രതിപക്ഷ പാർട്ടിയായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ DMK-യിൽ നിന്നും പല പ്രധാനപ്പെട്ട നേതാക്കളും പാർട്ടി വിട്ടുവന്ന് പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അങ്ങനെ ഒരു വലിയ സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമമാണ് നിലവിൽ തുടരുന്നത്. അങ്ങനെ നിരന്തരം ഒരു രാഷ്ട്രീയത്തിലേക്ക് പ്രവർത്തനത്തിലേക്ക് അണ്ണാമലൈ തുടരുമോ എന്നുള്ളതാണ് നിലവിലെ സംശയം. അങ്ങനെ തുടർച്ചയായി തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു മൂന്നാമതൊരു കക്ഷിക്ക് അവിടെ തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ സ്വാധീനമുണ്ട്. ആ സ്വാധീനം നടപ്പിലാക്കാനുള്ള വലിയ ശ്രമങ്ങൾ, കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും ചിലപ്പോൾ ഈ അമിത്ഷാ പോലുള്ള ഒരു ക്രൗഡ് പുള്ളർ നേതാവിനെ ഏറ്റവും അവസാനം നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇങ്ങ് പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രസംഗിക്കാൻ എത്തിയത് ആരാണ്? ഈ അണ്ണാമലയല്ലേ. അദ്ദേഹത്തിന് അന്ന് ആയിരക്കണക്കിന് പേർ കാണാനെത്തിയല്ലോ. അങ്ങനെ കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും കർണാടകയിലായാലും ആന്ധ്രാപ്രദേശിലായാലും എവിടെ എത്തിയാലും സൗത്ത് ഇന്ത്യയിലെ ഏത് ഭാഗത്തെത്തിയാലും ഇദ്ദേഹത്തിന് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. അങ്ങനെ ഒരു ക്രൗഡ് പുള്ളറായ നേതാവിനെ എങ്ങനെ ഇത്രയും ദയനീയ അവസ്ഥയിൽ BJP എത്തിച്ചു എന്നതുള്ള ഒരു ചോദ്യചിഹ്നമാണ്. കാരണം ഇദ്ദേഹത്തെ പോലുള്ള നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള കഴിവ് BJPക്കുണ്ട്. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ഇത്രയും തരം താഴ്ത്തി ഇട്ടിരിക്കുന്നു? അദ്ദേഹത്തിന് പലരും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ പ്രധാനപ്പെട്ട പല ചുമതലകളിലേക്കും ഇദ്ദേഹത്തെ പരിഗണിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പരിഗണിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് സുപ്രധാന പദവി ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറച്ചിൽ മാത്രം പോരല്ലോ. അവിടെ അണികൾ തന്നെ വലിയ ആശങ്കയിലാണ്. ആ ആശങ്ക നമുക്ക് പലതവണ നാം കണ്ടിട്ടുണ്ട്. ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് അമിത്ഷാ തമിഴ്നാട്ടിൽ വരികയും ആ തമിഴ്നാട്ടിൽ വന്നതിന് ശേഷം അദ്ദേഹം അവിടുത്തെ നിലവിലെ പ്രസിഡന്റായ നയിനാർ നാഗേന്ദ്രന്റെ പേര് പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. കയ്യടിയില്ല. കുറച്ചു കഴിഞ്ഞ് അടുത്ത പേരായി മുൻ പ്രസിഡന്റായ അണ്ണാമലയുടെ പേര് പ്രഖ്യാപിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ആ സമയം മനസ്സിലാകും, അമിത്ഷായ്ക്ക് മനസ്സിലാക്കി കാണും, അവിടുത്തെ ജനങ്ങൾക്കിടയിൽ, പാർട്ടിയുടെ പ്രവർത്തകർക്കിടയിൽ, അണികൾക്കിടയിൽ അണ്ണാമലയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായി തന്നെ മനസ്സിലാകും. ആ ഒരു അടിത്തറയുള്ള ഒരു നേതാവിനെ ഇങ്ങനെ ഇത്തരം പ്രസ്താവനകൾ തുറന്നു പറയാനുള്ള ഒരു അവസരം എന്തായാലും BJP കൊടുക്കാൻ പാടില്ല. നിലവിൽ അവിടെ BJPക്ക് 4 MLA-മാരാണ് ഉള്ളത്. കോയമ്പത്തൂർ അടക്കം, നാഗർകോവിൽ, തിരുനെൽവേലി അടക്കമുള്ള 4 നിയമസഭാ മണ്ഡലങ്ങളിൽ MLA-മാരുണ്ട്. അപ്പോൾ അത് വർദ്ധിപ്പിക്കാൻ, പ്രത്യേകിച്ച് കോയമ്പത്തൂർ മേഖലയിലെല്ലാം വലിയ രീതിയിൽ സ്വാധീനമുള്ള അടിത്തറയുള്ള ഈ നേതാവിലൂടെ കോയമ്പത്തൂർ മേഖലയിലെല്ലാം BJPക്ക് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അദ്ദേഹത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താനുള്ളതിന് ഇത്തരം ചെറിയ ചെറിയ നീക്കങ്ങളിലൂടെ അദ്ദേഹത്തെ പാർട്ടിക്ക് പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമമാണോ? പ്രത്യേകിച്ച് നമുക്കറിയാം, സൗത്ത് ഇന്ത്യയിൽ BJPക്ക് ജനകീയ മുഖങ്ങൾ കുറവാണ്. തമിഴ്നാട്ടിൽ പണ്ടൊരു ഏതെങ്കിലും ഒരു നേതാവ് കേരളത്തിലേക്ക് കടന്നു വന്നാൽ നമുക്ക് എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയും? അല്ലെങ്കിൽ കർണാടകയിലേക്ക് പോയാൽ, തമിഴ്നാട്ടിൽ ഒരു നേതാവ് പോയാൽ എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയും? പിന്നീട് കേരളത്തിൽ ഇപ്പോൾ ആകെ അറിയപ്പെടുന്ന ഒരു നേതാവ് നിലവിലുണ്ടായിരുന്നത് പൊൻ രാധാകൃഷ്ണനാണ്. അദ്ദേഹം ഈ കന്യാകുമാരിയിലെ MP ആയിരുന്നു. കേരളത്തോട് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശത്ത് ഒരു നേതാവായതുകൊണ്ടാണ് പൊൻ രാധാകൃഷ്ണനെ മനസ്സിലാക്കുന്നത്. മറിച്ച് അണ്ണാമലയോ, അദ്ദേഹം 1-2 വർഷം കൊണ്ടാണ് ഈ ദക്ഷിണേന്ത്യ മുഴുവൻ വളർന്നു പന്തലിച്ചത്. ആ ഒരു നേതാവാണ് നിലവിൽ ഈ BJPയുമായുള്ള പ്രശ്നങ്ങൾ കാണിച്ചു മുന്നോട്ട് പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.